Hi students, welcome back. Today we are going to discuss remaining topics from acid, bases and salt. Common salt, a raw material for chemicals. The common salt thus obtained is an important raw material for various materials of daily use, such as sodium hydroxide, baking soda, washing soda, bleaching powder and many more. Let us see how one substance is used for making all these different substances. Sodium hydroxide. When electricity is passed through an aqueous solution of sodium chloride. Aqueous solution of sodium chloride is called the brine solution. It decomposes to form sodium hydroxide. The process is called the chlor-alkali process because of the product formed for chlor for chlorine and alkali for sodium hydroxide. When electricity is passed through an aqueous solution of sodium chloride means NaCl. അതിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുമ്പോൾ sodium chloride solution means NaCl plus water, that is known as brine solution. It decomposes to form sodium hydroxide, chlorine and hydrogen. The process is called a chlor-alkali process because of the product formed chlor for chlorine and alkali for sodium hydroxide. Chlor for chlorine and alkali for sodium hydroxide. So this process is known as chlor-alkali process. Okay. Chlorine gas is given off at the anode and hydrogen gas is at the cathode. Sodium hydroxide solution is formed near the cathode. The three products produced in the process are all useful. കണ്ടോ? അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ക്ലോറിൻ ഈസ് ഗിവൺ ഓഫ് അറ്റ് ദി ആനോഡ്. ആനോഡിലാണ് ക്ലോറിൻ, അതുപോലെ തന്നെ കാഥോഡിലാണ് ഹൈഡ്രജൻ. കാഥോഡിൽ നമുക്ക് ഹൈഡ്രജൻ കിട്ടും, ആനോഡിൽ നമുക്ക് ക്ലോറിൻ കിട്ടും. ഓക്കെ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഫോംഡ് നിയർ ദ കാഥോഡ്. കാഥോഡിൻ്റെ അടുത്തായിരിക്കും നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് കാഥോഡിനടുത്ത് നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ക്ലോറിൻ ഈസ് യൂസ്ഡ് ഫോർ ദി വാട്ടർ ട്രീറ്റ്മെൻറ്റ്, സ്വിമ്മിംഗ് പൂൾസ്, PVC, പോളിവിനൈൽ ക്ലോറൈഡ്, ഡിസിൻഫെക്റ്റൻ്റ്, CFC മീൻസ് ക്ലോറോഫ്ലൂറോകാർബൺ, പെസ്റ്റിസൈഡ്സ് യൂസേജ് ആണ്. ക്ലോറിൻ ഈസ് യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് എന്തിൻ്റെ എല്ലാം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട്, സ്വിമ്മിംഗ് പൂളിൽ യൂസ് ചെയ്യുന്നുണ്ട്, പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, CFCയിൽ പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്ല ഹൈഡ്രജൻ, ഫ്യൂവൽ, മാർഗരൈൻ, അമോണിയ ഫോർ ഫെർട്ടിലൈസേഴ്സ്. ദെൻ sodium hydroxide, degreasing metal, soaps and detergents, paper making, artificial fibers. അപ്പോൾ യൂസ് എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇനി ബ്ലീച്ചിങ് പൗഡർ. യു ഹാവ് ഓൾറെഡി കം ടു നോ ദാറ്റ് ക്ലോറിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് ബ്രൈൻ സൊല്യൂഷൻ. ദിസ് ക്ലോറിൻ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് ബ്ലീച്ചിങ് പൗഡർ. നമ്മൾ പറഞ്ഞു ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറിൻ്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആക്ഷൻ ഓഫ് ക്ലോറിൻ ഓൺ ഡ്രൈ സ്ലേക്കറ്റ് ലൈം. ക്ലോറിനും ഡ്രൈ സ്ലേക്കറ്റ് ലൈമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടുന്നത്. ക്ലോറിനും ഡ്രൈ സ്ലേക്കറ്റ് ലൈം, CaOH twice plus chlorine gives CaOCl2. That is known as bleaching powder. Though the actual composition is bleaching powderൻ്റെ കോമ്പസിഷൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കോമ്പസിഷനാണ്. അത് നമുക്ക് പഠിക്കാനുണ്ട് P ബ്ലോക്കിനകത്ത്. അത് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് CaOCl2 എന്ന് ഓർത്തിരുന്നാൽ മതി. അതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. CaOCl2. കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് ക്ലോറിൻ ഗീവ്സ് കാൽസ്യം ഓക്സിക്ലോറൈഡ് പ്ലസ് H2O. ഓക്കെ. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം ഓക്സിക്ലോറൈഡ് പ്ലസ് വാട്ടർ. ഓക്കെ. ഇനി ബ്ലീച്ചിങ് പൗഡർ. വാട്ട് ഈസ് ദി യൂസ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ? ബ്ലീച്ചിങ് പൗഡർ ഈസ് യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് കോട്ടൺ and linen in the textile industry, for bleaching wood pulp in the paper factories and for bleaching washed clothes in laundry. ഇനി as an oxidizing agent in many chemical industries and to make drinking water free from germs.
അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ യൂസ് കറക്റ്റായിട്ട് പഠിക്കുക. ബേക്കിംഗ് സോഡ. ദ ബേക്കിംഗ് സോഡ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദ കിച്ചൺ ഫോർ മേക്കിംഗ് ടേസ്റ്റി ക്രിപ്സി പക്കോറാസ് എക്സെട്ര. സംടൈംസ് ഇറ്റ് ഈസ് ആഡഡ് ഫോർ ഫാസ്റ്റർ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ടേസ്റ്റി ക്രിപ്സി പക്കോറാസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റർ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. മീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദ കെമിക്കൽ നെയിം ഓഫ് കോമ്പൗണ്ട് ഈസ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്, സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് സോഡിയം ക്ലോറൈഡ് ആസ് വൺ ഓഫ് ദി റോ മെറ്റീരിയൽസ്. കണ്ടോ, സോഡിയം ക്ലോറൈഡും നമ്മുടെ സോഡിയം ക്ലോറൈഡില്ലേ, ബ്രൈൻ സോഡിയം, സോഡിയം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അമോണിയം ക്ലോറൈഡ് പ്ലസ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. sodium chloride plus water plus carbon dioxide plus ammonia, we will get ammonium chloride and sodium hydrogen carbonate. Did you check the pH of sodium hydrogen carbonate in activity 2.14? Can you correlate why it can be used to neutralize an acid? It is a mild non-corrosive basic salt. It is a basic salt. So it is used to neutralize an acid. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞു സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഈസ് യൂസ്, നമ്മുടെ കുറച്ച് മുമ്പ് പറഞ്ഞ നെറ്റിൽ സ്റ്റിങ് അല്ലേ, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്? കാരണം ഇറ്റ് ഈസ് എ മൈൽഡ് നോൺ കൊറോസീവ് ബേസിക് സോൾട്ട് ആയതുകൊണ്ടാണ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അണ്ടർഗോസ് ഹീറ്റിംഗ്, വി വിൽ ഗെറ്റ് സോഡിയം കാർബണേറ്റ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. കണ്ടോ? അപ്പോൾ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. കുക്കിംഗ് സമയത്ത് നമ്മൾ അവിടെ സംഭവിക്കുന്ന ആ റിയാക്ഷനാണ് ഈ പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. അത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ സോഡിയം കാർബണേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഹാസ് ഗോട്ട് വേരിയസ് യൂസസ് ഇൻ ദ ഹൗസ് ഹോൾഡ്. ഇനി യൂസസ് ഓഫ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയുടെ യൂസ് എന്താണെന്ന് നോക്കാം. ഫോർ മേക്കിംഗ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് ഈസ് എ മിക്സ്ചർ ഓഫ് ബേക്കിംഗ് സോഡ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആൻഡ് എ മൈൽഡ് എഡിബിൾ ആസിഡ് സച്ച് ആസ് ടാർട്ടാറിക് ആസിഡ്. അപ്പോൾ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റും അതുപോലെ ടാർട്ടാറിക് ആസിഡും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ബേക്കിംഗ് പൗഡർ ഉണ്ടാകുന്നത്. വെൻ ബേക്കിംഗ് പൗഡർ ഈസ് ഹീറ്റഡ് ഓർ മിക്സഡ് ഇൻ വാട്ടർ, ബേക്കിംഗ് പൗഡർ നമ്മൾ വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് സോഡിയം സോൾട്ട് ഓഫ് ആസിഡ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്, എല്ലാ ഇക്വേഷൻസും കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി റിയാക്ഷൻ ക്യാൻ കോസ് ബ്രെഡ് ഓർ കേക്ക് ടു റൈസ് മേക്കിംഗ് ദം സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി. നമ്മൾ കേക്ക് ഉണ്ടാക്കും അല്ല ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ ഈ ബ്രെഡ് അതുപോലെ തന്നെ കേക്കൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ മിക്സർ സോഫ്റ്റും സ്പോഞ്ചിയുമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. Sodium hydrogen carbonate is also an ingredient in antacids. Being alkaline, it neutralizes excess acid in the stomach and provides relief. അപ്പോൾ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്നത് ആൻറ്റാസിഡ്സിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ആൽക്കലൈൻ നേച്ചർ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാകുന്ന എക്സസ് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്ത് നമുക്ക് സ്റ്റൊമക്കിൽ പെയിനിൽ നിന്ന് റിലീഫ് കിട്ടും. നമ്മൾ പഠിച്ചതാണ് അതല്ലേ. ഇറ്റ് ഓൾസോ യൂസ്ഡ് ആസ് ഇൻ സോഡ ഫയർ എക്സ്റ്റിങ്ക്യൂഷറായി, സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുന്നുണ്ട്. സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂസസ് ഓഫ് ബേക്കിംഗ് സോഡ. ഇനി വാഷിംഗ് സോഡ. അനദർ കെമിക്കൽ ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം സോഡിയം ക്ലോറൈഡ് ഈസ് Na2CO3.10H2. വാഷിംഗ് സോഡയാണ്. ഓക്കെ, Na2CO3.10H2. You have seen above that sodium carbonate can be obtained by heating baking soda. Recrystallization of sodium carbonate gives washing soda. ഇറ്റ് ഈസ് ഓൾസോ എ ബേസിക് സോൾട്ടാണ്. അപ്പം നമ്മുടെ അനദർ കെമിക്കൽ ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം സോഡിയം ക്ലോറൈഡ് ഈസ് സോഡിയം കാർബണേറ്റ് Na2CO3.10H2 ദറ്റ് ഈസ് നോൺ ആസ് വാഷിംഗ് സോഡ. The sodium carbonate can be obtained by heating baking soda. Recrystallization of sodium carbonate gives washing soda. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിൻ്റെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം കാർബണേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുമെന്ന്. അങ്ങനെ കിട്ടുന്ന ആ സോഡിയം കാർബണേറ്റിനെ നമ്മൾ റീക്രിസ്റ്റലൈസേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് വാഷിംഗ് സോഡ കിട്ടുന്നത്. അതും ഒരു ബേസിക് സോൾട്ടാണ്. ഇപ്പോൾ സോഡിയം കാർബണേറ്റ് Na2CO3 plus 10H2O, we will get Na2CO3.10H2O.
that is known as washing soda. Okay, sodium carbonate plus 10H2O, we will get washing soda. Correct ആയിട്ട് ഇക്വേഷൻസ് പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് what does 10H2O signify? Does it make Na2CO3 wet? We will address these questions in the next section. Sodium carbonate and sodium hydrogen carbonate are useful chemical for many industrial process as well. Sodium carbonate ഉം sodium hydrogen carbonate ഉം ഭയങ്കര യൂസ്ഫുൾ ആണ്. Uses of washing soda നമുക്കറിയാം. Sodium carbonate, that is known as washing soda, is used in glass, soap and paper industries. ഉപയോഗിക്കുന്നുണ്ട്. Glass, soap and paper industries. It is used in the manufacture of sodium compounds such as borax. Borax Na2B4O7. ബോറാക്സിൻ്റെ കെമിക്കൽ ഫോർമുല Na2B4O7. ബോറാക്സിൻ്റെ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് സോഡിയം കോമ്പൗണ്ട് സച്ച് ആസ് ബോറാക്സ്. നിങ്ങൾ 12th വരുമ്പോൾ പഠിക്കും. 12th 11th നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. സോഡിയം കാർബണേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ക്ലീനിങ് ഏജൻറ്റ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇത് നിങ്ങൾ 11th നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ ടോപ്പിക്കുകൾ. ഇനി ആർ ദി ക്രിസ്റ്റൽസ് ഓഫ് സോൾട്ട് റിയലി ഡ്രൈ? Heat a few crystals of copper sulfate in a dry boiling tube. What is the color of the copper sulfate after heating? Do you notice water droplets in the boiling tube? Where have these come from? Add 2 to 3 drops of water on the sample of copper sulfate obtained after heating. What do you observe? Is the blue color of the copper sulfate restored? ഓക്കെ, അപ്പോൾ നമ്മൾ കോപ്പർ സൾഫേറ്റ് എടുത്തു, ഡ്രൈ ബോയിലിംഗ് ട്യൂബിലെടുത്തു, ഹീറ്റ് ചെയ്തു. അപ്പോൾ കോപ്പർ സൾഫേറ്റിൻ്റെ കളറിന് എന്ത് സംഭവിച്ചു നോക്കുക. നമ്മുടെ അടുത്ത ബോയിലിംഗ് ട്യൂബിൻ്റെ സൈഡിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ആ 2 to 3 ഡ്രോപ്സ് ഓഫ് വാട്ടർ ഓൺ ദി സാമ്പിൾ ഓഫ് കോപ്പർ സൾഫേറ്റ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ 2 to 3 ഡ്രോപ്സ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിൻ്റെ ബ്ലൂ കളർ അതിന് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് which seems to be dry containing water of crystallization. When we heat the crystals, this water is removed and the salt turns white. അപ്പോൾ കോപ്പർ സൾഫേറ്റ് മീൻസ് ദറ്റ് ഈസ് CuSO4.5H2 ആണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. കോപ്പർ സൾഫേറ്റ് മീൻസ് CuSO4.5H2. ഇതാണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വാട്ടർ മോളിക്യൂൾസ് അതിനകത്തുനിന്ന് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ കണ്ടോ, അത് ടേൺസ് വൈറ്റ് ആവും. ബ്ലൂ കളർ ആയിരുന്നത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് ടേൺസ് വൈറ്റായി മാറും. കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് CuSO4.5H2 ആണ്. അതിനകത്ത് വാട്ടർ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്ത് പോയി കഴിയുമ്പോൾ അതിൻ്റെ ബ്ലൂ കളർ ഡിസപ്പിയർ ആയിപ്പോവും. ഇഫ് യു മോയിസ്റ്റൺ ദി ക്രിസ്റ്റൽ അഗെയിൻ വിത്ത് വാട്ടർ യു വിൽ ഫൈൻഡ് ദാറ്റ് ദി ബ്ലൂ കളർ ഓഫ് ദി ക്രിസ്റ്റൽ റീഅപ്പിയേഴ്സ്. അപ്പോൾ ഇതിനെ ഹീറ്റ് ചെയ്തപ്പോൾ ഇവത്തിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തു പോയി. അത് കളർലെസ് ആയിട്ട് മാറി, വൈറ്റ് കളറായിട്ട് മാറി. വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ വീണ്ടും അതിൻ്റെ ബ്ലൂ കളർ തിരിച്ചു കിട്ടും. ഓക്കെ, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് ദ ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ പ്രസൻറ്റ് ഇൻ 1 ഫോർമുല യൂണിറ്റ് ഓഫ് എ സോൾട്ട്. അപ്പോൾ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല യൂണിറ്റ് ഓഫ് സോൾട്ടിനകത്ത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടായിരിക്കും. അത് നമ്മൾ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് ദ ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ 1 ഫോർമുല യൂണിറ്റ് ഓഫ് എ സോൾട്ട്. പഠിച്ചോണം അത് കേട്ടോ. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് ദ ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ പ്രസൻറ്റ് ഇൻ 1 ഫോർമുല യൂണിറ്റ് ഓഫ് എ സോൾട്ട്. 5 വാട്ടർ മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ 1 ഫോർമുല യൂണിറ്റ് ഓഫ് എ കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിനകത്ത് 5 വാട്ടർ മോളിക്യൂൾസ് ആണുള്ളത്. CuSO4.5H2O. Now you would be able to answer the question whether the molecule of Na2CO3.10H2O is wet. കണ്ടോ, അതിനകത്ത് Na2CO3യുടെ കൂടെ 10H2O വാട്ടർ മോളിക്യൂൾസ് ആണുള്ളത്. ഓക്കെ, Na2 സോഡിയം കാർബണേറ്റ് ക്രിസ്റ്റലിൽ നമുക്ക് Na2CO3.10H2O ആണ്. അതിനകത്ത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ 10H2O ആണ്. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ് അതിനകത്തുള്ളത്. Na2CO3.10H2O. കോപ്പർ സൾഫേറ്റ് CuSO4.5H2O. ഇതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. വൺ അനദർ സോൾട്ട് which possess water of crystallization, that is gypsum ആണ്. It has 2 water molecules as a water of crystallization. It has the chemical formula CaSO4.2H2O. കാൽസ്യം സൾഫേറ്റ് ആണ് .2H2O. അപ്പോൾ അതിനാണ് നമ്മൾ ജിപ്സം എന്ന് പറയുന്നത്. CaSO4.2H2O. കറക്റ്റായിട്ട് CaSO4.2H2O എന്ന് പറഞ്ഞാൽ ജിപ്സമാണ് നോക്കുക. കോപ്പർ സൾഫേറ്റിൻ്റെ നോക്കുക, അതുപോലെ സോഡിയം കാർബണേറ്റിൻ്റെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക.
ഇനി നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണെന്ന് നോക്കാം. ഓൺ ഹീറ്റിംഗ് ജിപ്സം അറ്റ് 373 Kelvin ഇറ്റ് ലോസസ് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ബിക്കം കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് CaSO4.12H2O. ദാറ്റ് ഈസ് നോൺ ആസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. കണ്ടോ, ഓൺ ഹീറ്റിംഗ് ജിപ്സം മീൻസ് CaSO4.2H2 ആണ്. അത് നമ്മൾ 373 Kelvin ഹീറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വാട്ടർ മോളിക്യൂൾ ലോസ് ആകും. അപ്പോൾ അത് കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് നോൺ ആസ് CaSO4.12H2O. That is plaster of Paris. That is called plaster of Paris. Okay. The substances which doctors use as plaster for supporting fractured bones in the right position. നമുക്കറിയാം ഫ്രാക്ചേർഡ് ബോൺസിനെയൊക്കെ റൈറ്റ് പൊസിഷനിലാക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് ബാൻഡേജ് ഇട്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് എ വൈറ്റ് പൗഡറാണ്. അതൊരു വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. അപ്പം മിക്സ് ചെയ്യുമ്പോൾ അത് ജിപ്സമായിട്ട് മാറും. വൺസ് അഗെയിൻ ഇറ്റ് ചേഞ്ചസ് ടു ജിപ്സം വൺസ് അഗെയിൻ ഗീവിങ് എ ഹാർഡ് സോളിഡ് മാസ് ആയിട്ട് മാറും. ഫ്രാക്ചറൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ബാൻഡേജ് ഇട്ടിട്ട് ബാൻഡേജിൻ്റെ ആ മുകളിൽ അവർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ജിപ്സമായിട്ട് മാറും. അപ്പോൾ അത് വീണ്ടും ഒരു ഹാർഡി സബ്സ്റ്റൻസ് ആയിട്ട് മാറും. നോക്കി, CaSO4.12H2O കണ്ടോ, 1.5 H2O വാട്ടർ മോളിക്യൂൾസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CaSO4.2H2 ആയിട്ട് മാറും. ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. നോട്ട് ദാറ്റ് only half a water molecule is shown to be attached as water of crystallization. How can you get half a water molecule? It is written in this form because 2 formula units of CaSO4 share 1 molecule of water. കണ്ടോ, അപ്പോൾ നമുക്ക് only half a water of കണ്ടോ CaSO4 half H2O എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. only a half water molecule is shown to be attached as water of crystallization CaSO4.12H2O. How can you get half a water molecule? It is written in this form because 2 formula units of CaSO4 share 1 molecule of water. അപ്പോൾ നമ്മൾ 2 formula units of CaSO4ൻ്റെ 2 formula units share 1 molecule of water എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. 2CaSO4.H2O കണ്ടോ, 2 formula units of CaSO4, അതിനകത്ത് 1 molecule of water ആണ്. ഓക്കെ, 2CaSO4നകത്ത് 1 molecule of water. ഒരു CaSO4നകത്ത് half H2O ആയിരിക്കും. ഓക്കെ, then it is written in this form because 2 formula units of CaSO4 share 1 molecule of water. അപ്പോൾ 2 formula units of CaSO4 ആണ് 1 molecule of waterനെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടോയ്സ്, മെറ്റീരിയൽസ് ഫോർ ഡെക്കറേഷൻ ആൻഡ് ഫോർ മേക്കിംഗ് സർഫസ് സ്മൂത്ത്. ടോയ്സ് ഉണ്ടാക്കാനും അതുപോലെ ഡെക്കറേഷനുള്ള മെറ്റീരിയൽ ഉണ്ടാക്കാനും അതുപോലെ ടോയ്സൊക്കെ ഫോർ മേക്കിംഗ് സർഫസ് സ്മൂത്ത്, ടോയ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ for making surface smooth, decoration and for making surface smooth. Try to find out why is calcium sulfate hemihydrate is called plaster of Paris. Okay, try to find out why is calcium sulfate hemihydrate is called plaster of Paris. Okay, because its preparation from an abundant gypsum found near Paris, so it is called plaster of Paris. Calcium sulfate hemihydrate is called plaster of Paris because its preparation from abundant gypsum found near Paris. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.